പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ജർദോസി വർക്കാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജർദോസി, ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള നോർമൽ ത്രെഡ്, പിന്നെ ഒരു വൈറ്റ് പേൾസ്, ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വൈറ്റ് പേൾസ് ഉണ്ടല്ലോ, അതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഈ വൈറ്റ് പേൾസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ, അതായത് സെൻറ്ററിൽ ഒരു പേളും അതിൻ്റെ ചുറ്റുമായിട്ട് 5 പേളും വെച്ചിട്ടാണ് ഫസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇതിൻ്റെ ചുറ്റും ജർദോസി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുള്ള ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ ക്ലോത്തിൻ്റെ സെയിം കളറിലുള്ള നോർമൽ സ്വിങ് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റെഡ് ഷെയ്ഡിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മെറൂൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതുപോലെ വൈറ്റ്, ഇപ്പോൾ വൈറ്റ് പേളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് വൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഈ ക്ലോത്തിൻ്റെ സെയിം ത്രെഡ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പേളൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജർദോസിയാണ്. അപ്പോൾ ജർദോസി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ ബീഡും ഉണ്ടല്ലോ, അതിനെല്ലാം ചുറ്റിലും നമുക്ക് ജർദോസി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ജർദോസി നീഡിൽ കോർത്തെടുത്തിട്ട് അതാണ് നമ്മൾ എവിടെയാണോ ത്രെഡ് പുറത്തേക്ക് എടുത്തത് അതേ ഒരു സൈഡിൽ തന്നെ നമ്മൾ നീഡിലിനെ താഴേക്ക് ഇറക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്കതൊരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ നമ്മൾ നീഡിൽ താഴേക്ക് ഇറക്കിയില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ജർദോസിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇത് ആ നീഡിൽ, ആ ഒരു ബീഡിന് ചുറ്റും ഇത് നല്ല നീറ്റിൽ അവിടെ നിൽക്കും. ഇപ്പോൾ ഒരു പേളിന് ചുറ്റും നമ്മൾ ജർദോസി കൊണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീഡ്സിന് ചുറ്റും ജർദോസി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് താഴെയായിട്ട് ഈ ഒരു ലെങ്ത്തിലുള്ള ജർദോസി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നീഡിൽ കോർത്തെടുത്തിട്ട് ഇതുപോലെ താഴേക്ക് ഒരു ലൈൻ രൂപത്തിൽ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കോർത്തെടുത്ത് താഴേക്ക് നീഡിലിറക്കി കൊടുത്തതിന് ശേഷം ഈ ജർദോസിയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ 2 ജർദോസിയുടെ പീസ് എടുക്കണം. എന്നിട്ട് അതിനെ ഈ ഏറ്റവും ഇതിൻ്റെ മുകളിൽ ആ ഫ്ലവറിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത് 2 സൈഡിലും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ ചെരിച്ചിട്ടൊരു ലൈനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും ഒന്ന് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഏകദേശം ആ ഒരു നീളത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ജർദോസിയുടെ സെൻറ്ററിലായിട്ട് വീണ്ടും നമുക്ക് ജർദോസി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചല്ലോ അതിനെക്കാട്ടിലും ഒന്നും കൂടെ വലുത് ഇതിന് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ നീഡിൽ പുറത്തേക്ക് എടുത്ത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നീഡിനെ താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ വരും. എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കതൊരു ഒരു ഗോപി ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ രണ്ട് സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് നമുക്ക് നീഡിൽ പുറത്തേക്ക് എടുത്തിട്ട് അതിന്മേൽ ചെറിയ ഒരു ജർദോസിയുടെ പീസ് വെച്ചിട്ട് ഈ സർക്കിളിന് പുറത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടും. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് താഴെയായിട്ട് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കാം. ഈ രണ്ട് സൈഡിലും ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള അതുപോലെ തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് ആണ്. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ, അതിൽ ഫസ്റ്റ് ഗോൾഡൻ സീക്വൻസ് ത്രെഡിൽ കോർത്തെടുക്കുക. പിന്നെ ഒരു ഷുഗർ ബീഡും ത്രെഡിൽ കോർത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആ സീക്വൻസിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് വീണ്ടും നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സീക്വൻസിനെ താഴെ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ആ ഒരു നമ്മൾ ഷുഗർ ബീഡ് അതിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിലൂടെ അല്ലാതെ സീക്വൻസിനുള്ളിലൂടെ ത്രെഡ് താഴേക്ക് തന്നെ വലിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഷുഗർ ബീഡ് കൊണ്ട് അതവിടെ ഒരു ലോക്കായി പോകും. ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു സീക്വൻസിന് മുകളിൽ ആ ഒരു ഷുഗർ ബീഡ് വരുമ്പോൾ അതൊരു ഭംഗിയിൽ നിൽക്കും. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലൈനിന് ചുറ്റും 3 എണ്ണം ചെയ്യാം. അതിൻ്റെ ഏറ്റവും മുകളിലും പിന്നെ സൈഡിൽ 2 എണ്ണം വീതം അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള നോർമൽ ത്രെഡാണ് വേണ്ടത്. ഇത് നീഡിൽ 4 സ്റ്റാൻഡ്സിലാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ താഴെ ഈ ലേസി ഡേസി പോലെ ചെയ്തിട്ടുണ്ടല്ലോ 2 എണ്ണം, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് പോലെ ഇതുകൊണ്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു സൈഡിൽ 3 എണ്ണം വീതം, അതിൽ സെൻറ്ററിലേത് വലുതും അതിന് 2 സൈഡിൽ ചെറിയ ലോങ് ഫ്രഞ്ച് നോട്ടും ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ 2 സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സെൻറ്ററിലെ ആ ഒരു ജർദോസി കൊണ്ട് നീളത്തിൽ ലൈന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈൻ ഒരു സ്റ്റെമ്മ് പോലെ, ആ സ്റ്റെമ്മിന് ഏറ്റവും താഴത്ത് നമ്മൾ ഏറ്റവും മുകളിൽ ചെയ്ത പോലെ തന്നെ ഒരു വൈറ്റ് പേളും അതിന് ചുറ്റും ജർദോസി കൊണ്ട് ഒരു ബോർഡർ ലൈനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ കൊടുത്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഏറ്റവും താഴെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലോങ് ഫ്രഞ്ച് നോട്ട്സ് ഒന്ന് ചെയ്തിട്ട് വരാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇത് നെക്കിന് താഴെ യോക്കിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് നെക്കിന് താഴെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ്.
നെക്കിന് താഴെ ഇതൊരു പ്ലീറ്റ്സ് എല്ലാം വരുന്ന ഒരു ടൈപ്പ് ടോപ്പാണ്. ഇതിൻ്റെ നെക്കിന് താഴെ ആ ഒരു യോക്ക് പോർഷനിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.